പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയുള്ളത്. തീരുമാനമായി കഴിഞ്ഞു. പക്ഷേ ഈ യോഗത്തിൽ നിന്ന് 3 പേർക്കും ഫോൺ കോൾ പോയിട്ടില്ല എന്ന് വേണം ഈ നിമിഷം നമ്മൾ വിചാരിക്കാൻ. ഈ നിമിഷം അങ്ങനെ അതല്ലാതെ മറിച്ചൊരു വാർത്ത ഫോൺ കോൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാനും അത് കൺഫേം ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഫോൺ കോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും വ്യക്തമാകുന്നത്. വി ഡി സതീശന്റെ ക്യാമ്പിലും രമേശ് ചെന്നിത്തല ക്യാമ്പിലും ഇരു സ്ഥലങ്ങളിലും ഫോൺ കോൾ വന്നു. നിങ്ങളിൽ ഒരാൾ CM എന്ന തരത്തിൽ ഫോൺ കോൾ വന്നു എന്നത് ഇതുവരെയും ഈ നിമിഷവും കൺഫേം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി KC വേണുഗോപാലിന് ഫോൺ കോൾ വന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമില്ല. ബാലഗോപാലിനെ കിട്ടുമെങ്കിൽ KC വേണുഗോപാലിന്റെ ബസ്സിൽ ബാലഗോപാലിന്റെ ബാലു അവിടെ എന്ത് സംഭവിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? ആര് എന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. രാഹുൽ ഗാന്ധി ഇതാ ചർച്ച കഴിഞ്ഞ് മടങ്ങിക്കഴിഞ്ഞു. രതീഷ, ഈ KC വേണുഗോപാലിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ വേണ്ടി കഴിയില്ല. നമുക്ക് KC വേണുഗോപാലിൻ്റെ ഔദ്യോഗിക വസതി, അതായത് അദ്ദേഹം ഇന്ന് മുഴുവൻ ഈ ഔദ്യോഗിക വസതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഔദ്യോഗിക വസതിയുടെ മുൻഭാഗം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. പിൻഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെയും യാതൊരു തരത്തിലുള്ള അനക്കമോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സൂചനകളോ ഒന്നും തന്നെ ഈ പ്രദേശത്ത് ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ KCയുടെ അടുത്ത ഓഫീസിലെ പല ജീവനക്കാരുമായി ഈ മണിക്കൂറുകളിൽ, അതായത് കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അവരാരും തന്നെ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തായിരിക്കാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ആരും തന്നെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. KC വേണുഗോപാൽ ഇപ്പോഴും ഈ തൻ്റെ വസതിയിലുണ്ട്. KC വേണുഗോപാലിന് ഏതെങ്കിലും തരത്തിലുള്ള ഫോൺ കോൾ മല്ലികാർജ്ജുന ഖാർഗെയോട് അതല്ല രാഹുൽ ഗാന്ധിയുടെ പക്കൽ നിന്ന് വന്നു എന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം അങ്ങനെ ഒരു കൺഫർമേഷൻ ഈ ക്യാമ്പിൽ നിന്ന് നിലവിൽ ലഭിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അവസാനം നമ്മൾ ഇവരോട് സംസാരിക്കുമ്പോഴും KCയുടെ ഏറ്റവും അടുത്ത ആൾക്കാർ കടുത്ത ആത്മവിശ്വാസത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ആലുവ ദേശത്തെ ഈ ആഘോഷ പരിപാടികളൊക്കെ കാണുമ്പോൾ പോലും KC ക്യാമ്പിലെ മിക്ക ആൾക്കാർക്കും, അതായത് ഡൽഹിയിൽ ഉണ്ടായിരുന്ന മിക്ക ആൾക്കാർക്കും അവരുടെ ആത്മവിശ്വാസത്തിൽ യാതൊരു തരത്തിലുള്ള ഇതുമില്ലായിരുന്നു. KCക്ക് അനുകൂലമായൊരു തീരുമാനമുണ്ടാകും. രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ കൈവിടില്ല എന്നൊരു പ്രതീക്ഷയായിരുന്നു അവർ ഏറ്റവും അവസാനവും വച്ചു പുലർത്തിയിരുന്നത്. വളരെ പോസിറ്റീവാണ് സാഹചര്യം. എന്തായിരുന്നു ഒരു 2 മണിക്കൂർ മുമ്പും KC ക്യാമ്പുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത് അങ്ങനെ പോസിറ്റീവായ ഒരു സാഹചര്യമുണ്ട്. ഇടയ്ക്ക് KC പിൻവാങ്ങി എന്ന തരത്തിലുള്ള ചില സൂചനകളുണ്ട് എന്ന തരത്തിലൊക്കെ ചില ചർച്ചകൾ അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ പോസിറ്റീവാണ് എന്നതായിരുന്നു KC ക്യാമ്പിലെയും അല്പം മുമ്പുള്ള അവരുടെ പ്രതികരണം. ഇപ്പോൾ ബാലു റിപ്പോർട്ട് ചെയ്യണം ഏറ്റവും പുതിയ വിവരം. KC ക്യാമ്പും ആത്മവിശ്വാസമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു നേതാവിന് കോൾ വന്നതായി ഇതുവരെയും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഒരു 10 മിനിറ്റ് മുമ്പ് വരെ എന്തായാലും വി ഡി സതീശന്റെ ക്യാമ്പിൽ നിന്നോ രമേശിന്റെ ക്യാമ്പിൽ നിന്നോ അവിടെ ഒരു കോൾ വന്നു. ACCയുടെ ഭാഗത്തു നിന്നൊരു സന്ദേശം കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു വിവരം വന്നിട്ടില്ല. ഇപ്പോൾ 6:30 സമയം. രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? എപ്പോൾ ACCയുടെ തീരുമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇനി അത് കോൺഗ്രസ് ഓഫീസിൽ നിന്നൊരു വാർത്താക്കുറിപ്പാകാം. കമ്മ്യൂണിക്കേഷന്റെ ഹെഡ് ജയറാം രമേശാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുണ്ട്. ഇവർ 2 പേരിൽ ഒരാൾ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാനുള്ള സാധ്യതയാണ്. തീരുമാനം ഇന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ വളരെ പ്രധാനമായി നടക്കേണ്ട ഒരു കാര്യം. പക്ഷേ വി ഡി സതീശൻ ക്യാമ്പിൽ നിന്ന് കോൾ വന്നോ? ഇല്ല എന്നതാണ് ഉത്തരം. വി ഡി സതീശൻ ക്യാമ്പിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചൊരു കോൾ, അത് വി ഡി സതീശനാണെങ്കിൽ സ്വാഭാവികമായി ACC അധ്യക്ഷൻ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഒരു പതിവാണ്, സാധാരണ രീതിയാണ്. അങ്ങനെ ഒരു കോൾ ഇതുവരെയും ആരും വരെ ദേശത്തെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര്? തീരുമാനമായിട്ടില്ലേ? KC വേണുഗോപാലിനും അങ്ങനെ ഒരു ഫോൺ കോൾ എത്തിയതായി അദ്ദേഹത്തിന്റെ കേന്ദ്രങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയും ഒരു പക്ഷേ ചർച്ചകൾ നീളുമോ? അത് മറ്റൊരു കാര്യം അറിഞ്ഞത്, ഈ തീരുമാനമുണ്ടായാൽ ആ തീരുമാനം എടുത്താൽ ഉടനെ പാണക്കാടേക്ക് മുസ്ലിം ലീഗിനെ ആ തീരുമാനം അറിയിക്കുമെന്നുള്ളതാണ്. അവിടെയും ആകാംക്ഷയുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിനും ഏതെങ്കിലും തരത്തിലൊരു സന്ദേശം ലഭിച്ചതായി ഇപ്പോൾ വിവരം ലഭ്യമാവുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇനി മല്ലികാർജ്ജുൻ ഖാർഗെ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കമ്മ്യൂണിക്കേഷനാണ് നടത്തുക? അദ്ദേഹം നേരിട്ടൊരു വാർത്താ സമ്മേളനം നടത്താനുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, അങ്ങനെ ഒരു പ്രസിഡന്റ് ഇല്ല. സാധാരണ നിലയ്ക്ക് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ഇത്തരം തീരുമാനങ്ങൾ അറിയിക്കാറ്. ഇവിടെ KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആണെങ്കിലും അദ്ദേഹം ഈ മത്സരത്തിലെ 3-ൽ ഒരാളാണ്. അപ്പോൾ 2 പേരിലേക്ക് AICC ഓഫീസിലേക്ക്, AICC ആസ്ഥാനത്തേക്ക് ശ്രദ്ധ മാറുന്നു. ഇന്ന് ഒരു തീരുമാനം ഒഫീഷ്യലായി ഉണ്ടാകുമോ? അതിനു മുമ്പ് ഈ നേതാക്കളെ വിവരം അറിയിക്കുമോ? ആകാംക്ഷയിലാണ് കേരളം. വലിയ ആകാംക്ഷയിലാണ്, ആകാംക്ഷാഭരിതമാണ്. അരുൺ അമൃതനാഥ് പാണക്കാട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അരുണിനെ കൂടി കണക്കിയാൽ ഒരുപക്ഷെ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ സ്വാഭാവികമായും പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ ഉൾപ്പെടെ അങ്ങനെ വിശ്വാസത്തിലെടുത്താണല്ലോ കോൺഗ്രസിൽ കാര്യങ്ങൾ തീരുമാനിക്കുക. അവിടെ നിന്നുള്ള ഒരു ഫീൽ എന്താണ് എന്ന് കൂടി അറിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ വി ഡി സതീശന്റെ
രമേശ് ചെന്നിത്തലയുടെ വീടുകളിൽ അവരുള്ള ക്യാമ്പിൽ ഇതുവരെയും അങ്ങനെ ഒരു പോസിറ്റീവ് സന്ദേശം എത്തിയതായി ഇതുവരെയും സൂചനകളില്ല. അത്തരം കൺഫർമേഷൻ വരുന്നില്ല. അപ്പോൾ തീരുമാനം എന്താണ്? അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയില്ലേ? 1 മണിക്കൂറിലധികം നീണ്ട ACC അധ്യക്ഷനുമായുള്ള രാഹുൽ ഗാന്ധിയുടെ ചർച്ചയിൽ, കൂടിക്കാഴ്ചയിൽ ഒരു തീരുമാനമെത്തിയില്ലേ? ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? ഇനിയും മറ്റെന്തെങ്കിലും പരിഗണിക്കേണ്ടതുണ്ടോ? അതോ ഔദ്യോഗികമായി തീരുമാനിച്ചു, അത് ഔദ്യോഗികമായി പത്രക്കുറിപ്പായി ഇറക്കും എന്ന നിലയിലാണോ, അതോ വാർത്താ സമ്മേളനം നടത്തും എന്ന നിലയിലാണോ? ഒരു വ്യക്തതയും ഇപ്പോൾ ഇല്ല. KC ക്യാമ്പിൽ നിന്ന് പക്ഷേ ഇപ്പോഴും വലിയ നിശബ്ദതയുണ്ട്. പക്ഷേ അവർ ആത്മവിശ്വാസത്തിലായിരുന്നു. അവിടെയാണോ കാര്യങ്ങൾ എന്ന കാര്യത്തിലും ഇനി വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ചിത്രവും നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഏതായാലും VD മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്ന കൺഫർമേഷൻ ഇതുവരെയും 6:33 ഈ നിമിഷം വരെയും വന്നിട്ടില്ല എന്നാണ് നമ്മുടെ സോഴ്സുകൾ വ്യക്തമാക്കുന്നത്. ഉറച്ച വിവരം അതാണ്. പക്ഷേ KC ക്യാമ്പിൽ എന്ത് നടക്കുന്നു എന്നതും വളരെ പ്രധാനമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉള്ളതായി അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൾ വന്നതായി ഇതുവരെയും KCയുടെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നതാണ്. അടുത്ത് നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടും പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് നൽകുന്ന വിവരം.